ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. മധ്യവയസ്കനായ ഒരു ബ്രാഹ്മണന്റെ വാക്കുകളാണിത്. ഞാൻ ക്ഷേത്രത്തിൽ മാത്രമല്ല പള്ളികളിലും പോകാറുണ്ട്. പള്ളിമുറ്റത്ത് പോയി ഏകാന്തതയിൽ കഴിച്ചുകൂട്ടുന്ന നിമിഷങ്ങളാണ് ഏറ്റവും ആശ്വാസകരമായി തോന്നിയിട്ടുള്ളത്. കുടുംബ പ്രശ്നങ്ങളാൽ ഞാൻ പീഡിതനാകുന്ന സമയങ്ങളിൽ പള്ളിമുറ്റത്തേക്ക് ഓടും. അവിടെ ചെന്ന് എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഞാൻ ഇറക്കി വയ്ക്കും. എന്നെ പുനർജീവിപ്പിക്കുന്ന സമാധാനം വേണ്ടുവോളം അനുഭവിച്ചുകൊണ്ട് ഞാൻ മടങ്ങിപ്പോരുകയും ചെയ്യും. ഒരിക്കൽ എൻ്റെ മകന് ന്യൂമോണിയ പിടിപെട്ടു. 106 ഡിഗ്രിയുണ്ട് പനി. കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ വേണ്ട ചികിത്സയെല്ലാം ചെയ്തു. പക്ഷേ രോഗത്തിന് ശമനമില്ല. എല്ലാവരുടെയും ആശയറ്റു. ഞാൻ പള്ളിമുറ്റത്തേക്ക് ഓടി. ആരാധന നടക്കുന്നുണ്ട്. അത്യുഗ്രമായ വെയിലേറ്റുകൊണ്ട് ഞാൻ പള്ളിമുറ്റത്ത് ഏകനായി നിൽക്കുകയാണ്. സൂര്യൻ്റെ ചൂട് ഞാൻ അറിഞ്ഞില്ല. അതിനേക്കാൾ വലിയ ചൂടായിരുന്നല്ലോ എൻ്റെ ഉള്ളിൽ. ആ സമയം ആരോ എൻ്റെ തോളിൽ തട്ടുന്നതായി തോന്നി. ഹരി, നീ വിഷമിക്കണ്ട, ആശുപത്രിയിലേക്ക് ചെല്ലൂ. നിന്റെ മകൻ്റെ പനി കുറഞ്ഞിരിക്കുന്നു. ഞാൻ നിന്റെ കൂടെ എപ്പോഴുമുണ്ട്, ധൈര്യമായിരിക്കൂ എന്ന് ആരോ പറയുന്നതായി കേട്ടു. ഞാൻ ആശുപത്രിയിലേക്ക് തിരിച്ചോടി. അത്ഭുതം, എൻ്റെ കുട്ടിയുടെ പനി കുറഞ്ഞിരിക്കുന്നു. 106 ഡിഗ്രിയിൽ നിന്ന് 98 ഡിഗ്രിയായി പനി താണു. രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടു. ദൈവം കൈവിടില്ലെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ്? പള്ളിക്കകത്തു മാത്രമായി ദൈവം ഒതുക്കപ്പെടുമ്പോൾ ദൈവാലയത്തിന് പുറത്തു നിന്നുകൊണ്ട് ദൈവിക അനുഗ്രഹങ്ങളും വഴികാട്ടലും പ്രാപിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ അനുഭവ കഥയാണിത്. ദൈവത്തെ പോലെ സമീപസ്ഥനും സർവശക്തനുമായ മറ്റൊരു സഹായിയും സഹകാരിയും നമുക്കില്ല എന്നുള്ള സത്യം അംഗീകരിക്കുക. മറ്റൊന്നുകൊണ്ടും സാധിക്കാത്ത സമാധാനം ദൈവിക സാമീപ്യത്തിൽ ലഭിക്കുന്നു. ദേവാലയത്തിനുള്ളിൽ നാം കടക്കുന്നതല്ല പ്രാധാന്യമർഹിക്കുന്നത്, ദേവാലയത്തെ നമ്മുടെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നതിലാണ്. സങ്കീർത്തനം 34:19. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.